റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാനിപ്പോൾ അവസരമുണ്ട്. അർഹരായ എല്ലാവർക്കും തന്നെ പിങ്ക് കാർഡിലേക്ക് മാറാനായിട്ടുള്ള അവസരമാണ് ഇപ്പോൾ ഉള്ളത്. ജൂൺ 15 വരെയാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ജനസേവന കേന്ദ്രങ്ങൾ വഴിയും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. വെള്ള, നീല റേഷൻ കാർഡ് ഉള്ളവരിൽ അർഹരായവർക്കാണ് റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാനിപ്പോൾ അവസരമുള്ളത്. ഇതിലേക്ക് അപേക്ഷിക്കുന്നതിന് കൃത്യമായ രേഖകൾ ആവശ്യമായിട്ട് വരും. വീടിന്റെ തറവിസ്തീർണം തെളിയിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം അപേക്ഷ സമർപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള രേഖയാണ്. സ്ഥലത്തിന്റെ 2025 വർഷത്തെ നികുതി അടിച്ച രസീത്തും ആവശ്യമായിട്ട് വരും. പഞ്ചായത്ത് സെക്രട്ടറിയുടെ BPL സാക്ഷ്യപത്രവും ആവശ്യമായിട്ടുള്ള രേഖയാണ്. വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റും പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരാണെങ്കിൽ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും അപേക്ഷ സമർപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള രേഖയാണ്. ഭവന നിർമ്മാണ പദ്ധതി വഴി വീട് വെച്ചവർക്കും ജീർണാവസ്ഥയിലുള്ള വീടുള്ളവർ, വൈദ്യുതി, കുടിവെള്ളം, ശുചിമുറി എന്നിവ ഇല്ലാത്തവർ അത് തെളിയിക്കുന്ന സാക്ഷ്യപത്രവും ആവശ്യമായിട്ട് വരും. പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവർ ക്ഷേമനിധി അംഗത്വത്തിന്റെ പാസ്ബുക്കിന്റെ പകർപ്പ് ആവശ്യമായി വരും. വീടുകളിൽ മാരക രോഗമുള്ളവർക്ക് പിങ്ക് കാർഡിൽ അപേക്ഷ സമർപ്പിക്കുമ്പോൾ മുൻഗണന ലഭിക്കുന്നതാണ്. അതിനാൽ മെഡിക്കൽ ബോർഡിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും. അതേസമയം റേഷൻ കാർഡിലെ ഏതെങ്കിലും അംഗത്തിന് സർക്കാർ ജോലിയോ അർദ്ധ സർക്കാർ ജോലിയോ അല്ലെങ്കിൽ പൊതുമേഖല ജീവനക്കാരനോ ആണെങ്കിൽ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതല്ല. ആദായ നികുതി അടയ്ക്കുന്നവർക്കും പിങ്ക് കാർഡിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതല്ല. റേഷൻ കാർഡിലെ അംഗം സർവീസ് പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ പിങ്ക് കാർഡിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കില്ല. കൂടാതെ 1000-ൽ കൂടുതൽ ചതുരശ്ര അടിയുള്ള വീടിന്റെ ഉടമയാണെങ്കിൽ പിങ്ക് കാർഡിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ അർഹനല്ല. സ്വകാര്യ ആവശ്യത്തിനായി 4 ചക്രമുള്ള വാഹനമുണ്ടെങ്കിലും പിങ്ക് കാർഡിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതല്ല. കാർഡിലെ എല്ലാ അംഗങ്ങൾക്കും കൂടി 1 ഏക്കർ കൂടുതൽ സ്ഥലമുണ്ടെങ്കിലും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ അർഹനല്ല. 25,000 രൂപയിൽ കൂടുതൽ പ്രതിമാസ വരുമാനമുള്ളവർക്കും റേഷൻ കാർഡ് മുൻഗണന വിഭാഗത്തിലേക്ക് മാറ്റുവാൻ സാധിക്കുന്നതല്ല. അർഹരായിട്ടുള്ള നിരവധി പേരാണ് നീല, വെള്ള റേഷൻ കാർഡിലുള്ളത്. വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് സബ്സിഡി പോലും ലഭിക്കാത്ത സാഹചര്യമാണ് മിക്കപ്പോഴും ഉണ്ടാകാറുള്ളത്. നീല റേഷൻ കാർഡിന് ആളൊന്നിന് 2 കിലോ അരി വീതമാണ് ലഭിക്കുന്നതും. അർഹരായിട്ടുള്ളവർ ഇതിലുണ്ടെങ്കിൽ അവർക്ക് യാതൊരു വിധത്തിലുമുള്ള ആനുകൂല്യങ്ങളും പലപ്പോഴും ലഭിക്കാറുമില്ല. അതിനാൽ അർഹരായിട്ടുള്ള എല്ലാവരും തന്നെ പിങ്ക് കാർഡിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ജൂൺ 15 വരെയാണ് പിങ്ക് കാർഡിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ കൃത്യമായ വിവരങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയതിനു ശേഷം ഇക്കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്.